വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. സർക്കിൾ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കൺസ്ട്രക്ഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ വിത്ത് 2 angles are 50 degree, 60 degree and circumradius 3 centimeter. Write the lengths of the sides of triangle. 50 ഡിഗ്രിയും 60 ഡിഗ്രിയും മെഷർമെൻറ്റ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിളിനുള്ളിൽ കൺസ്ട്രക്റ്റ് ചെയ്യണം എന്നാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി ആണെന്ന്. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ 50 ഡിഗ്രി 60 ഡിഗ്രി മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രയാങ്കിളിൻ്റെ തേർഡ് ആംഗിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് 180 മൈനസ് ഓഫ് 50 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് ഓഫ് 50 പ്ലസ് 60 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 110 ഡിഗ്രി, that is equal to 70 degree. That means triangle angle measurements are equal to 50 degree, 60 degree and 70 degree. ഈ 3 മെഷർമെൻറ്റ്സ് വരുന്ന ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും 70 ഡിഗ്രിയുമാണെന്ന് നമുക്ക് മനസ്സിലായി. ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസും ഓൺ ദ സർക്കിളിലായിരിക്കണം എന്നാണ് സർക്കം റേഡിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അല്ലേ? അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കാം. ദെൻ സർക്കിളിൻ്റെ ഉള്ളിൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് ഓൺ ദ സർക്കിളിലാക്കിക്കൊണ്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും 70 ഡിഗ്രിയുമാണ്. ഓക്കെ, ദെൻ ഈ ട്രയാങ്കിൾ നമുക്ക് ഓൺ ദ സർക്കിളിൽ 3 വെർട്ടിസസ് വരത്തക്ക രീതിയിൽ ഇപ്പോൾ നെയിം ചെയ്യാം. ജസ്റ്റ് ABC എന്ന്. എയും ബിയും സിയും ഓൺ ദ സർക്കിളിലെ പോയിൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണ് ആ മെഷർമെൻറ്റ്സ്, ദാറ്റ് മീൻസ് ആ ഓൺ ദ സർക്കിളിൽ 50 ഡിഗ്രി മെഷർമെൻറ്റ് നമുക്ക് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിളിൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ആംഗിളിൽ വരുന്ന ആംഗിൾ മെഷർമെൻറ്റ്സിൻ്റെ ഹാഫ് ആയിരിക്കും ഓൺ ദ സർക്കിളിൽ വരുന്ന മെഷർമെൻ്റ് എന്ന്. അതായത് 3 വെർട്ടിസസും സെൻറ്ററുമായി കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോം ചെയ്ത ഈ ആംഗിൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളാണ്. BC കോഡിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ ആംഗിൾ. ഈ ആംഗിളിൻ്റെ ഹാഫ് മെഷർമെൻ്റ് ആയിരിക്കും എയിൽ വരുന്നത്. ദാറ്റ് മീൻസ് BC എന്ന് പറയുന്ന കോഡ് ഓൺ ദ സർക്കിളുമായി മീറ്റ് ചെയ്യുന്ന ആംഗിൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ 50 ഡിഗ്രി ആണ് എന്നുള്ളതിനർത്ഥം ഇവിടെ 100 ഡിഗ്രി മേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ AC എന്ന് പറയുന്ന കോഡിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ ആംഗിൾ. AC എന്ന് പറയുന്ന കോഡിൽ ഫോം ചെയ്യുന്ന ഓൺ ദ സർക്കിളിലെ ആംഗിളാണ് B 60 ഡിഗ്രി. സോ 60യുടെ ഡബിൾ ആയിരിക്കണം സെൻട്രൽ ആംഗിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, ദെൻ AB എന്ന് പറയുന്ന കോഡിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ AB എന്ന് പറയുന്ന കോഡിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ ആംഗിൾ എന്നും ഈ ആംഗിളിൻ്റെ ഓൺ ദ സർക്കിളുമായി മീറ്റ് ചെയ്ത ആംഗിളാണ് C എന്നും അതിനോടൊപ്പം തന്നെ C മെഷർമെൻറ്റ് 70 ഡിഗ്രി ആണെന്നും നമുക്കറിയാം. സോ 70യുടെ ഡബിൾ ആയിട്ടുള്ള 140 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കറിയാം ആംഗിൾ എറൗണ്ട് പോയിൻ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന്. ഈ ചുറ്റിലുമുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 140 പ്ലസ് 120 പ്ലസ് 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ആംഗിൾസ് എറൗണ്ട് എ പോയിൻ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള
എല്ലാ ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 360 എന്നുള്ള പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത എല്ലാ ആംഗിൾസും കറക്റ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ചെയ്തത് ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, 50യും 60യുമാണെന്ന്. നമുക്കറിയാം ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി ആണ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ തേർഡ് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 70 ഡിഗ്രി എന്നുള്ളത്. ദെൻ ഓൺ ദ സർക്കിളിലെ 3 പോയിൻറ്റ്സ് ആയ എയും ബിയും സിയുടെയും മെഷർമെൻറ്റ്സ് ആണ്, ആംഗിൾ മെഷർമെൻറ്റ്സ് ആണ് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി എന്ന് കിട്ടി. ഡയറക്റ്റായിട്ട് ഓൺ ദി സർക്കിളിലെ പോയിൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കോഡിൽ ഫോം ചെയ്യുന്ന സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കണം ഓൺ ദി സർക്കിളിൽ മേക്ക് ചെയ്ത ആംഗിൾ എന്നുള്ള പ്രോപ്പർട്ടി പഠിച്ചതുകൊണ്ട് തന്നെ ബി സി എന്ന് പറയുന്ന കോഡിൽ ഫോം ചെയ്ത സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിട്ടുള്ള എ 50 ഡിഗ്രി എടുത്തു. സോ ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആയിരിക്കും. ദെൻ എ സി എന്ന് പറയുന്ന കോഡിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ സിയുടെ ഓൺ ദ സർക്കിളുമായി മീറ്റ് ചെയ്ത ആംഗിളാണ് 60. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെന്ന് കിട്ടും. ദെൻ എ ബി എന്ന് പറയുന്ന കോഡിനെ എടുക്കുകയാണെങ്കിൽ എ ബി കോഡിൽ ഫോം ചെയ്ത ഓൺ ദ സർക്കിളിൽ വരുന്ന ആംഗിളാണ് 70 ഡിഗ്രി. സോ 70യുടെ ഡബിൾ ആയിരിക്കും 140 ഡിഗ്രി. സെൻറ്റർ അറിയാം, നമുക്കൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സെൻറ്ററിലെ റേഡിയസ് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 140യും 100ഉം 120യും മാർക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ മറ്റു പോയിൻറ്റ്സുകളെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. സോ 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കാം. അതിനായി മെഷർമെൻ്റ് എടുക്കാം. 3 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് എടുക്കുന്നു. ദെൻ 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കാം. ദെൻ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു സെൻട്രൽ ആംഗിൾ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 140യും 100ഉം 120യുമാണ്. അതിനായി ആദ്യമായി ഒരു റേഡിയസ് വരയ്ക്കുന്നു. ഈ റേഡിയസിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 140 മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ സെൻട്രൽ പ്രൊട്രാക്ടർ ഫിക്സ് ചെയ്തുകൊണ്ട് 140 വരയ്ക്കുന്നു. റൈറ്റ് സൈഡിലാണ് ലൈൻ എന്നുള്ളത് കൊണ്ട് റൈറ്റ് സൈഡിൽ 0 വെച്ചുകൊണ്ട് 0 to 140 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ സെൻറ്ററും ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 140 ഡിഗ്രി മെഷർമെൻ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും. സോ ഈ ആംഗിൾ 140 ഡിഗ്രി ആണെന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് 100 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ സെൻറ്ററിൽ ഫിക്സ് ചെയ്യുന്നു. ഈ സൈഡിലുള്ള ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 0 അവിടെ നിന്നുള്ള 0 to 100 ഡിഗ്രി എടുത്തുകൊണ്ട് 100 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ദെൻ ആ പോയിൻറ്റും സെൻറ്ററുമായി ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രിയും നെക്സ്റ്റ് വരുന്ന ആംഗിൾ 120 ആണ്. സോ ഈ ആംഗിളിനെ 120 ഡിഗ്രി എന്നും നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ടിപ്പിൽ കിട്ടിയ ദാറ്റ് മീൻസ് ഓൺ ദ സർക്കിളുമായി മീറ്റ് ചെയ്ത പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ട്രയാങ്കിളാണ്. പറഞ്ഞു 100 ഡിഗ്രിയുടെ നേരിട്ട് വരുന്ന ആംഗിൾ എ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. സോ ഈ ആംഗിൾ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 100ൻ്റെ നേരിട്ട് വരുന്ന ഐ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് കിട്ടി.
ദെൻ 120 ഡിഗ്രിയുടെ നേരിട്ട് വരുന്ന ബി 60 ഡിഗ്രിയാണ്. സോ 120യുടെ നേരിട്ട് വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണെന്ന് കിട്ടി. ദെൻ 140യുടെ നേരിട്ട് വരുന്ന സി ആംഗിൾ 70 ഡിഗ്രിയാണ്. സോ 140യുടെ നേരിട്ട് വരുന്ന ഈ ആംഗിൾ 70 ഡിഗ്രിയാണെന്ന് നമുക്ക് മെഷർമെൻറ്റ് എഴുതാം. ഓക്കെ, ദെൻ എ ബി സി എന്ന് നെയിം ചെയ്യാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ മെഷർമെൻറ്റ്സ് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രിയാണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ് മെഷർമെൻറ്റ് നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. എ ബി സൈഡ് എന്ന് പറയുന്നത് 5.5 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ബി സി സൈഡ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ദെൻ എ സി സൈഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 5 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് കിട്ടി. ഓക്കെ, എ ബി 5.5 സെൻറ്റിമീറ്റർ, ബി സി 5, എ സി 5 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾ മെഷർമെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ മെഷർമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു റഫ് ഫിഗർ നമ്മൾ വരയ്ക്കുന്നു. ആ റഫ് ഫിഗറിൽ നിന്ന് നമുക്ക് മറ്റ് ഫിഗർ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു കോഡിൻ്റെ സെൻട്രൽ ആംഗിളുമായി മേക്ക് ചെയ്തതിൻ്റെ ഹാഫ് ആയിരിക്കണം ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ മെഷർമെൻറ്റ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പിക്ചർ ദാറ്റ് മീൻസ് ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡി ബി എ പോയിന്റ് ഓൺ ദ സർക്കിൾ, draw angle ADB equal to 150 degree without using protractor. പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ ഡി എന്ന് പറയുന്നത് ഒരു സർക്കിളിലെ പോയിൻ്റ് ആക്കി എടുത്തുകൊണ്ട് അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 150 ഡിഗ്രി വരയ്ക്കണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായി ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. ആദ്യമായി ഏത് ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പായിട്ടും ഒരു റഫ് ഫിഗർ വരയ്ക്കുന്നത് നന്നായിരിക്കും. ആ റഫ് ഫിഗർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് വരയ്ക്കുന്നതായിരിക്കാം കൂടുതൽ എളുപ്പം. ഓക്കെ, എ ഡി ബി എന്ന് പറയുന്നത് 150 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല ഡി എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളിലെ ഒരു പോയിൻ്റ് ആണ് എന്നും എ ഡി ബി 150 ഡിഗ്രി ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ എ ഡി ബി ഫോം ചെയ്യാം ആദ്യം. ഈ ഫോം ചെയ്യുന്ന ആംഗിൾ മെഷർമെൻറ്റ് ദാറ്റ് മീൻസ് എ ഡി ബി എന്ന് പറയുന്ന ആംഗിൾ 150 ഡിഗ്രി ആണ് എന്നുള്ളതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഓൺ ദ സർക്കിളിൽ ഒരു ആംഗിൾ വരയ്ക്കുക എന്നുള്ളത് ഈസി അല്ല. എന്നതിനോടൊപ്പം തന്നെ വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാം സർക്കിൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് സെൻട്രൽ ആംഗിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ കോഡിൻ്റെ തന്നെ ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കണം, അല്ലെങ്കിൽ സെൻറ്ററുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓൺ ദ സർക്കിളിലായി മേക്ക് ചെയ്യുന്ന ആംഗിളുടെ ഡബിൾ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ വേറൊരു പ്രോപ്പർട്ടി കൂടി നമ്മൾ പഠിച്ചിരുന്നു. രണ്ട് പോയിൻറ്റ്സ് ഓപ്പോസിറ്റായിട്ട് വരുന്ന പോയിൻറ്റ്സ് ഓൺ ദി സർക്കിളിലെ പോയിൻറ്റ്സ് ആണെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണ് എന്നുള്ളത്. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് ദാറ്റ് മീൻസ് ഓൺ ദി സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആയിരിക്കണം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കണം എന്നുള്ളൊരു പ്രോപ്പർട്ടി കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എ ഡി ബി 150 ഡിഗ്രി ആണ് എന്നുള്ളതിനർത്ഥം ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ആംഗിൾ എ ഡി ബി സി എന്ന് നെയിം ചെയ്യാം. ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ മാത്രമേ 150 + 30 ഡിഗ്രി 180 ഡിഗ്രി നമുക്ക് കിട്ടുകയുള്ളൂ.
ഓക്കെ, ഇനി നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതേ കോഡിൽ തന്നെ AB എന്ന് പറയുന്ന കോഡിൽ തന്നെ ഫോം ചെയ്ത ഒരു ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിളാണ് 30 എങ്കിൽ സെൻറ്ററുമായി AB എന്ന് പറയുന്ന കോഡ് ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ ആയിരിക്കണം AOB എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിള് തീർച്ചയായും 30 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും. ശരിയല്ലേ? ആദ്യം പറഞ്ഞു ADBC ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ 150 + 30 180 ഡിഗ്രി ആണ് കിട്ടി. പിന്നെ പറഞ്ഞ പ്രോപ്പർട്ടി AB എന്ന് പറയുന്ന ആർക്കിൽ ഫോം ചെയ്ത ഓൺ ദ സർക്കിളുമായി ഫോം ചെയ്ത ആംഗിളാണ് 30 ഡിഗ്രി എങ്കിൽ സെൻറ്ററുമായി ഫോം ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഡബിൾ, ദാറ്റ് മീൻസ് 30 + 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. സോ AOB എന്ന് പറയുന്ന ആംഗിൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് എന്നുള്ളത് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫിഗർ ഇപ്പോൾ നമ്മൾ ADB എന്ന് പറയുന്ന ആംഗിൾ 150 ഡിഗ്രി വരച്ചു. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ വരയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ ആംഗിൾ വരയ്ക്കുക? നമുക്കറിയാം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൽ വരുന്ന ആംഗിൾ മെഷർമെൻറ്റ്സ് ആണ് 60 ഡിഗ്രി എന്നുള്ളത്. അതായത് ADB എന്ന് പറയുന്ന ഒരു ആംഗിളിൽ മേക്ക് ചെയ്ത ഒരു ട്രയാങ്കിളാണ് ഇവിടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് AB കോഡ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്ത ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ശരിയല്ലേ? എന്തുകൊണ്ടാണ് അത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? AO എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. BO എന്ന് പറയുന്നതും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് രണ്ടും ഈക്വലാണ്. ശരിയല്ലേ? റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആയിരിക്കും. ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം 180 - 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 എന്നുള്ളത്. ദാറ്റ് മീൻസ് ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും സം എന്ന് പറയുന്നത് 120 ആണെന്ന്. എന്ന് മാത്രമല്ല ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. സോ 120യെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 60 ഡിഗ്രിയും 60 ഡിഗ്രിയുമായിരിക്കും. സോ ട്രയാങ്കിൾ ആംഗിൾസ് ആർ ഈക്വൽ ടു 60 60 60 എന്ന് കിട്ടുന്നത് കൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, സോ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ദാറ്റ് മീൻസ് 3 സൈഡ്സും ഈക്വലായി 3 ആംഗിൾസും ഈക്വലായിട്ട് വരുന്ന ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പറയാം 150 ഡിഗ്രി വരയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. ആദ്യം നമ്മൾ പറഞ്ഞത് D എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ സർക്കിളിലെ ആണെങ്കിൽ ADB 150 വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ ഒരു ആംഗിൾ വരയ്ക്കണം എന്നുള്ളതാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആംഗിൾ സം 180 ഡിഗ്രി, ഓപ്പോസിറ്റ് ആംഗിൾ സം 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് 30യും 150 ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. AB എന്ന് പറയുന്ന കോഡിൽ ഫോം ചെയ്യുന്ന ഓൺ ദ സർക്കിളിലെ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ സെൻറ്ററുമായി ഫോം ചെയ്ത ആംഗിൾ അതിൻ്റെ ഡബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് 60 ഡിഗ്രി ആണെന്ന് കിട്ടി. നമുക്കറിയാം AOBO എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് ആ റേഡിയസ് ഈക്വൽ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് 60യും 60യും ആണെന്ന് കിട്ടി. 3 ആംഗിൾസും 60 ആണെങ്കിൽ 3 സൈഡ്സും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ AOB ഈസ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇതാണ് നമുക്ക് കിട്ടിയ ഒരു പ്രോപ്പർട്ടി. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക്
ആംഗിൾ എ ഡി ബി 150 ഡിഗ്രി വരയ്ക്കാനായിട്ട് സാധിക്കണം വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ. ഓക്കെ, അതിനായിട്ട് നമുക്ക് ആദ്യമായി ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചു. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 60 ഡിഗ്രി വരുന്ന സെയിം ഈക്വൽ സൈഡ്സ് വരുന്ന ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം എന്നുള്ളതാണ്. ഇവിടെ വരച്ച സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ 4.5 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ദാറ്റ് മീൻസ് ഇവിടെ കിട്ടിയ ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ജോയിൻ ചെയ്യാം. ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈക്വലാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ വരച്ചുകൊണ്ട് തന്നെ നമ്മൾ 3 സൈഡ്സും വരച്ചു. 3 ആംഗിൾസും നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ശരിയല്ലേ? ഇനി നമുക്ക് വേണ്ടത് 150 ഡിഗ്രി മേക്ക് ചെയ്യാനാണ്. എയും ബിയുമാണ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു. ഒയാണ് സെൻറ്റർ പോയിൻറ്റ്. ദാറ്റ് ഈസ് എ ഒ ബി എന്ന് പറയുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ് നമ്മൾ വരച്ചത്. ഇനി എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു ലൈൻ ഇവിടേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 150 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. ഓക്കെ, നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഈ ആദ്യം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. ദെൻ ഇവിടെ ആ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 2 കോർണേഴ്സിൽ നിന്നും ഒരു ആംഗിൾ വരയ്ക്കുന്നു. ആ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് ആംഗിൾ എ ഡി ബി, ദാറ്റ് ഈസ് 150 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. പ്രൊട്രാക്ടർ ഫിക്സ് ചെയ്തതിന് ശേഷം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സെൻറ്റർ വരച്ചതിന് ശേഷം ഇവിടെ കിട്ടുന്നത് 150 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് 150 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റഫ് ഫിഗർ വരയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത്. റഫ് ഫിഗർ വരയ്ക്കുമ്പോൾ മാത്രമേ നമുക്കൊരു പ്രോപ്പർട്ടി കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. ആ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ 60 ഡിഗ്രി ആണ്. അതിനോടൊപ്പം തന്നെ എ ഒ ബി ഒ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആവുകയാണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് നമുക്കൊരു പ്രൊട്രാക്ടറിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്തു. ദെൻ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 2 കോർണേഴ്സായ എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു ആംഗിൾ വരച്ചു. ആ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 150 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ അവർ തേർഡ് ക്വസ്റ്റ്യൻ. Draw a triangle of circumradius 3 cm and 2 angles 32 1/2 degree and 37 1/2 degree. 32 1/2 ഡിഗ്രിയും 37 1/2 ഡിഗ്രിയും മെഷർമെൻറ്റ്സ് വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യമായി നമുക്കൊരു 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കാം. ശേഷം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 32 1/2ഉം 37 1/2ഉം വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം 32 1/2 ഡിഗ്രി ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തു. സെൻട്രൽ ആംഗിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും എന്നുള്ളത്. ശരിയല്ലേ? അപ്പോൾ 32 1/2 ഡിഗ്രിയുടെ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 ഡിഗ്രി ആണ് എന്ന് കിട്ടും. അതായത് ആ കോഡ് സെൻട്രൽ ആംഗിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ 37 1/2 ഡിഗ്രി
ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ മെഷർമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് സെൻട്രൽ ആംഗിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ മെഷർമെൻറ്റ് 75 ഡിഗ്രിയാണ് എന്ന് കിട്ടി. നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒരു 65 ഡിഗ്രിയും 75 ഡിഗ്രിയും മെഷർമെൻറ്റ്സ് വരുന്ന ഒരു ആംഗിൾ വരയ്ക്കാം. $75 ഡിഗ്രി മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഈ ആംഗിൾ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ 65 ഡിഗ്രി ആംഗിൾ മെഷർമെൻറ്റും നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരുന്നു. സോ നെക്സ്റ്റ് സൈഡിൽ നമ്മളൊരു 65 ഡിഗ്രി മെഷർമെൻറ്റ് കൂടി വരയ്ക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ലൈൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ 0 to 65 ഡിഗ്രി മെഷർമെൻറ്റ് നമ്മൾ വരയ്ക്കുന്നു. ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ കിട്ടിയ ഈ ആംഗിൾ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ് എന്ന് കിട്ടി. അതായത് ഇവിടെ എൻഡ് ചെയ്യുന്ന ഈ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ കോഡ് സെൻട്രൽ ആംഗിളുമായി മേക്ക് ചെയ്തതാണ്. സെൻറ്ററുമായി മേക്ക് ചെയ്ത സെൻട്രൽ ആംഗിളാണ് 75. ദാറ്റ് മീൻസ് ഇതേ കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ 75 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഈ പോയിൻ്റ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്തു. അവിടേക്ക് തന്നെ നെക്സ്റ്റ് എൻ പോയിൻറ്റും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫോം ചെയ്ത ഈ ആംഗിൾ മെഷർമെൻറ്റ് ദാറ്റ് മീൻസ് സെൻറ്ററുമായി മേക്ക് ചെയ്ത് 75 ആണ് എങ്കിൽ ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്തത് 75ൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് മീൻസ് 37 1/2 ഡിഗ്രിയാണ് എന്നുള്ളത് കിട്ടി. നെക്സ്റ്റ് കോഡ് നോക്കാം. 65 ഡിഗ്രി ആംഗിൾ വരച്ചതിന് ശേഷമുള്ള കോഡാണ് ഇത്. ഈ കോഡ് സെൻറ്ററുമായി മേക്ക് ചെയ്തതാണ് 65 എങ്കിൽ ഇതേ കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ഈ ആംഗിൾ എന്ന് പറയുന്നത് 65ൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് മീൻസ് 32 1/2 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ശരിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 75 ഡിഗ്രി കോഡ് ഇതാണ്. ഈ കോഡ് സെൻട്രലുമായി 75 മേക്ക് ചെയ്യുന്നു. സോ ഇതേ കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്തത് അതിൻ്റെ ഹാഫാണ്. ദെൻ 65ൻ്റെ കോഡിൻ്റെ 65 സെൻട്രൽ ആംഗിളിൻ്റെ കോഡാണിത്. ഈ കോഡ് സെൻറ്ററുമായി 65 മേക്ക് ചെയ്യുന്നു എങ്കിൽ സെയിം കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്തത് അതിൻ്റെ ഹാഫാണ് 32 1/2 ഡിഗ്രി. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഈ ട്രയാങ്കിളിൻ്റെ നെയിം ചെയ്യുകയാണെങ്കിൽ ABC എന്ന് നെയിം ചെയ്യാം. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ A 37 1/2 ആണെന്നും ആംഗിൾ B എന്ന് പറയുന്നത് 37 + 32 1/2 ദാറ്റ് ഈസ് 70 ഡിഗ്രി ആണെന്ന് കിട്ടി. നമുക്കറിയാം ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി ആണ് എന്നുള്ളത്. സോ 180 - 70 ദാറ്റ് ഈസ് 110 ഡിഗ്രി. ദാറ്റ് ഈസ് ഈ ആംഗിൾ 110 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ആംഗിൾ C എന്ന് പറയുന്നത് 32 1/2 ഡിഗ്രിയാണ്. സോ നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ട ട്രയാങ്കിൾ ABC മെഷർമെൻറ്റ്സ് ആർ ഈക്വൽ ടു ആംഗിൾ A 37 1/2 ഡിഗ്രി, ആംഗിൾ B ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി ആൻഡ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 32 1/2 ഡിഗ്രി. ഓക്കെ, സെയിം പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഒരു കോഡ്, ആ കോഡ് സെൻറ്ററുമായി മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കണം സെയിം കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്തത് എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, ദെൻ അവർ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 cm².
ഒരു സ്ക്വയർ വരയ്ക്കണം. ആ സ്ക്വയറിൻ്റെ ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം 15 സെൻറ്റിമീറ്റർ മേക്ക് ചെയ്യണം എങ്കിൽ 15x1 യൂസ് ചെയ്തുകൊണ്ട് മേക്ക് ചെയ്യാം. അതേപോലെ തന്നെ 15 എന്ന് പറയുന്നത് 5x3 യൂസ് ചെയ്തും മേക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ ആയാലും റെക്റ്റാങ്കിളിൻ്റെ ആയാലും ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വലായി വരുന്ന റെക്റ്റാങ്കിളാണ് സ്ക്വയർ. അതുകൊണ്ട് തന്നെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. നമുക്ക് 15 എന്ന് പറയുന്നത് ഏതെല്ലാം തരത്തിൽ എഴുതാമെന്ന് നോക്കാം. അങ്ങനെ എഴുതി നോക്കുമ്പോൾ 15ഉം 1ഉം തമ്മിൽ വലിയ വേരിയേഷനാണ് വരുന്നത്. അപ്പോൾ വലിയ വേരിയേഷൻ വരാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു. ദാറ്റ് ഈസ് 5ഉം 3ഉം ആണ്. നമുക്ക് 5ഉം 3ഉം എടുത്തുകൊണ്ട് ഈ പിക്ചർ വരച്ചു തുടങ്ങാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനോടൊപ്പം തന്നെ 3 സെൻറ്റിമീറ്റർ ലൈനുള്ള ഒരു ലെങ്ത് ഉള്ള ഒരു ലൈനും വരയ്ക്കുന്നു. നോക്കാം. ആദ്യമായി ഒരു 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. വരച്ചതിന് ശേഷം 3 സെൻറ്റിമീറ്റർ ആണ് അതിന് കണക്റ്റിംഗ് ആയിട്ട് വരുന്നത്. സോ ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ലൈനും കൂടി വരയ്ക്കുന്നു. സോ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ആദ്യമായി വരച്ച ലൈനിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. സെക്കൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ 5ഉം 3ഉം ആക്കി എടുത്തുകൊണ്ടുള്ള ഒരു ലൈൻ കിട്ടി. ദാറ്റ് മീൻസ് 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ കിട്ടി. ഈ ലൈനിൻ്റെ ബൈസെക്ടർ വരയ്ക്കണം. 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈസെക്ടർ വരയ്ക്കാനായിട്ട്. ദാറ്റ് മീൻസ് പകുതിയിൽ കൂടുതൽ മെഷർമെൻ്റ് എടുത്തുകൊണ്ട് ഒരു ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഈ ബൈസെക്ടർ എന്ന് പറയുന്നത് സെൻറ്ററിലൂടെ പാസ് ചെയ്യും. ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ഈ ലൈനിൽ വെച്ചുകൊണ്ട് നമുക്കൊരു സെമി സർക്കിൾ വരയ്ക്കാം. സെമി സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 എൻ പോയിൻറ്റ്സിലേക്കും കറക്റ്റ് അല്ലേ എന്ന് നോക്കുക എന്നുള്ളതാണ്. ബൈസെക്ടർ ആണ് എങ്കിൽ നമ്മൾ വരച്ച കറക്റ്റ് മെഷർമെൻറ്റോട് കൂടിയ ബൈസെക്ടർ ആണ് എങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും രണ്ടിലും വന്നിട്ടുണ്ടാവുക. അവിടെ വെച്ചുകൊണ്ട് നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് സെമി സർക്കിളും ബൈസെക്ടറും കൂടി മീറ്റ് ചെയ്ത പോയിൻറ്റിനെ വെച്ചുകൊണ്ട് തന്നെ ആ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കുന്നു. ഈ മെഷർമെൻറ്റിനെ 4 സൈഡിലേക്കും എടുത്തു കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിൽ 4 സൈഡിലേക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണിത്. ഇവിടെ മേക്ക് ചെയ്ത ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എന്ന് മാത്രമല്ല ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √15 സെൻറ്റിമീറ്റർ ആയിരിക്കും. √15 × √15 ആണ് 15 സെൻറ്റിമീറ്റർ സ്ക്വയറായി മാറുന്നത്. സോ ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം സൈഡ് ഈസ് ഈക്വൽ ടു √15 സെൻറ്റിമീറ്റർ. സോ ABCD is our required figure. Area is equal to, area of square is equal to 15 centimeter square. ഇതേ ഫിഗർ തന്നെ ഒരു രീതിയിലും കൂടി നമ്മൾ വരയ്ക്കാറുണ്ട്. സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് എടുക്കുന്നത്. 5ഉം 3ഉം ആണ് നമ്മൾ ഇവിടെ എടുത്ത മെഷർമെൻറ്റ്സ്. സെയിം മെഷർമെൻറ്റ്സ് എടുക്കാം. 5ഉം 3ഉം വരുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. 5 + 3 8 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചു. ഈ ലൈനിനെ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡായിട്ട് ഇവിടെ ചെയ്തത്. അതേ പ്രൊസീജിയർ തന്നെ ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ബൈസെക്ടർ വരച്ചു. ഈ ലൈൻ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി.
സെൻറ്റർ പോയിന്റിൽ വെച്ചുകൊണ്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്തത്. അത് ചെയ്യുന്നു. ദെൻ നമ്മൾ ഫോർത്തായി ചെയ്തത് ബൈസെക്ടറും ഈ സെമി സർക്കിളും കൂടി ജോയിൻ ചെയ്ത പോയിന്റ് എടുക്കുക എന്നുള്ളതായിരുന്നു. അതിന് പകരമായി നമ്മൾ ചെയ്യുന്നത് ഇവിടെ 5ഉം 3ഉം വെച്ച് കട്ട് ചെയ്താണ് നമ്മൾ ഈ ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 5ഉം 3ഉം വെച്ച പോയിൻറ്റ്സിന്, ദാറ്റ് മീൻസ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത് 5ഉം ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററുമാണ്. അതുകൊണ്ട് തന്നെ ഈ ലെങ്ത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ലെങ്ത്തിനെ ഇതേ പ്രൊസീജിയർ, ദാറ്റ് മീൻസ് ഈ ലൈനിൽ പാരലൽ ആക്കിക്കൊണ്ട് ഒരു ലൈൻ ഈ പോയിന്റിലൂടെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഈ സെമി സർക്കിളിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ സെമി സർക്കിളിൽ മീറ്റ് ചെയ്ത ഈ പോയിന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അവിടെ നിന്നുള്ള ലെങ്ത്താണ് നമ്മൾ ഈ ഇതിൽ എടുക്കുന്നത്. ഓക്കെ, ഈ ലെങ്ത്ത് എടുക്കുന്നു. ഈ ലെങ്ത്തിനെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ മീറ്റ് ചെയ്ത പോയിന്റിൽ വെച്ചുകൊണ്ട് തന്നെ ടോപ്പിലേക്ക് എടുക്കുകയാണ്. ദെൻ ഇവിടെ മീറ്റ് ചെയ്ത ഈ പോയിന്റിൽ നിന്നും കൺസിഡർ ചെയ്യുന്നു. ഈ 4 പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. Okay, that means this is our required square. 15 centimeter area. 15 centimeter square is our area. So side is equal to root 15 centimeter. ഓക്കെ, 2 സ്റ്റെപ്പിലൂടെയും ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നു. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുക. 5 × 3 ആണ്. സോ 5 + 3 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചുകൊണ്ട് ബൈസെക്ടർ വരയ്ക്കുന്നു. ആ ബൈസെക്ടറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സെമി സർക്കിൾ വരച്ചതിന് ശേഷം ബൈസെക്ടറും സെമി സർക്കിളും കൂടി മീറ്റ് ചെയ്ത പോയിന്റിൽ വെച്ചുകൊണ്ട് ഒരു സ്ക്വയർ എടുക്കുന്നു. 4 സൈഡിലേക്കുമുള്ള ലെങ്ത്ത് ഈക്വലാണ്. ഈ ലെങ്ത്ത് തന്നെയാണ് നമ്മൾ എല്ലാവിടെയും കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്നത് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്ന ഒരു ഏരിയ വരുന്ന ഒരു സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ എടുത്തത് 5ഉം 3ഉം തന്നെയാണ്. 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ച് ഒരു ബൈസെക്ടർ വരച്ചുകൊണ്ട് സെൻറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തു. അവിടെ നിന്ന് ഒരു സെമി സർക്കിൾ വരയ്ക്കുകയാണ്. ദെൻ 5ഉം 3ഉം വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ 5ഉം 3ഉം വെച്ച് കട്ട് ചെയ്തിട്ടുള്ള ലൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇതിനെ പാരലൽ ആയിക്കൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ സെമി സർക്കിളുമായി മീറ്റ് ചെയ്ത പോയിന്റ്, ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റൻസിനെ 4 സൈഡിലേക്കും എടുത്തുകൊണ്ട് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ സമയം നമുക്ക് കിട്ടുന്ന ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. സൈഡ് ഈസ് ഈക്വൽ ടു root 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.